എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? പാർട്ടിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രധാന ജോലി എന്തായിരുന്നു? പിണറായി വിജയനെ ന്യായീകരിക്കുക എന്നുള്ളതായിരുന്നു. പിണറായി വിജയന്റെ കുടുംബത്തെ ന്യായീകരിക്കുക എന്നുള്ളതായിരുന്നു. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. ഗോവിന്ദ മാഷ് തന്നെ എക്സാലോജിക്കിന്റെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം, പിണറായി വിജയന്റെ മകള് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഒരു കരിമണൽ കമ്പനിയുമായി നടത്തിയ ഏർപ്പാടുകൾ, അതിൽ കൊടുക്കാത്ത സേവനത്തെ 1.78 കോടി രൂപ വാങ്ങിച്ചത് നമ്മുടെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ഇതുപോലെ വന്ന് ചിരിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് 2 പാർട്ടികൾ തമ്മിലുള്ള ഏർപ്പാടാ, കച്ചവടമാണെന്ന്. അതിനെന്താ, നമുക്കെന്താ, പാർട്ടിക്ക് എന്താ വിഷയമെന്ന്. അതുതന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കമ്പനി നടത്തരുതെന്ന് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ന്യായീകരിച്ചത് നമ്മൾ മറന്നിട്ടില്ല. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ജനങ്ങളുടേതായിട്ട് വരുന്നത്. മക്കളുടെ രാഷ്ട്രീയത്തിന് അറുതി വരുത്തണം. ഇതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് അവർ ഒരു കാരണവശാലും ചെന്നെത്തും എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത് പിണറായി വിജയന്റെ തെറ്റുകൾ, പിണറായി വിജയന്റെ പ്രവൃത്തികൾ, അതിനെതിരെ ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരു ശക്തി CPM-നുള്ളിൽ ഉയർന്നു വരുന്നില്ല. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. നമുക്കറിയാമല്ലോ, പാർട്ടി അദ്ദേഹത്തിന്റെ കയ്യിലാണ്, മുഴുവൻ പാർട്ടി, സംസ്ഥാന പാർട്ടി മാത്രമല്ല. നമുക്കൊരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ട്, MA ബേബി, നല്ല ആളാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ഈ പാർട്ടിയുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പരാജയം, ആ പരാജയം എങ്ങനെയാണ് സമ്മതിക്കുക? നമ്മുടെ ഓർമ്മയുണ്ടാവണം, കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ എത്ര സീറ്റാണ് കിട്ടിയത്? LDFന് എത്ര സീറ്റ് കിട്ടി? എന്തായിരുന്നു ഇതിന്റെ റിസൾട്ട് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. നമുക്ക് വളരെ വിഷമമാണ്. അന്ന് പോലും ആ ഗവൺമെന്റിനെ സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ തയ്യാറായില്ല. ഈ CPM-ന്റെ ഇപ്പോഴത്തെ CPM-ല് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ ഉണ്ടാകുമെന്നോ, ഉണ്ടായാൽ തന്നെ അത് കേരളത്തിലെ ജനങ്ങളോട് പറയുമെന്നോ, തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ടി കേഡറുകളോട് പറയുമെന്നോ നമ്മൾ വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം പിണറായി വിജയനാണ് അവിടെ ഇരിക്കുന്നത്. എന്നെ സംശയിക്കരുത്. പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള യാതൊരു വിശകലനവും യാതൊരു കണക്കും അതിന് CPM-ൽ ചെലവാകുകയില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് PR വർക്ക് കൊണ്ട് എല്ലാറ്റിനെയും മറികടക്കാമെന്ന് കരുതിയതാ. അവിടെയാണ് തെറ്റുപറ്റിയത്. എന്താ ആ പ്രതീക്ഷയും തകർന്നു. നമുക്കറിയാമല്ലോ, PM ശ്രീ പോലെയൊക്കെയുള്ള പദ്ധതികൾ അവസാനം എന്താണ് സംഭവിച്ചത്? PM ശ്രീ പദ്ധതിയിൽ BJP ആവശ്യപ്പെട്ടതനുസരിച്ച് കരാർ ഒപ്പുവെക്കേണ്ടി വന്നപ്പോൾ അതിനെക്കുറിച്ച് ഈ പാർട്ടി ചർച്ച ചെയ്തോ? സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തോ? കേന്ദ്ര കമ്മിറ്റി കൂടി, പിന്നീട് പോളിറ്റ് ബ്യൂറോ കൂടി. ഈ 2 സമ്മേളനങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നിലപാട് എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അവസാനം എന്താ സംഭവിച്ചത്? ഒരു മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോൺ ബ്രിട്ടാസ്, അദ്ദേഹമാണ് ഇതിന് പാലമായിട്ട് നിന്നത്. BJP-യും CPM തമ്മിലുള്ള ഏർപ്പാടിന് പാലമായിട്ട് നിന്നുവെന്ന് പറയുകയാണ്. ജോൺ ബ്രിട്ടാസ് ഒരു അഭിമാനമായിട്ടാണ് എടുത്തത്. ലണ്ടൻ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന പോലെ ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നൊരു പ്രയോഗം തന്നെ എല്ലായിടത്തും ഉണ്ടായല്ലോ. ബ്രിട്ടാസ് പാലമെന്നോ ബ്രിട്ടാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞത് പിണറായി വിജയനാണ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിണറായി വിജയനാണ് ഭരണത്തെ കൊണ്ടുപോകുന്നത്. പിണറായി വിജയൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഞാൻ ഇന്നലെ നമ്മൾ ഈ റിസൾട്ടിൻ്റെ ദിവസം ചാനലുകൾ കാണുന്നു. ഇന്ന് മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ് പോലൊരു പത്രം കാണുന്നു. സത്യമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് UDF ജയിച്ചതെന്നാണ്, UDF-നാണ് നേട്ടം ഉണ്ടാക്കിയതെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഗോവിന്ദ മാഷിൻ്റെ പത്രസമ്മേളനം കണ്ടോടെ ആകെ കൺഫ്യൂഷനായി. ആരാണ് ജയിച്ചത്? CPM ആണോ, LDF ആണോ, കോൺഗ്രസ് ആണോ, UDF ആണോ?
ഈ ഒരു തർക്കത്തെ എത്തിച്ചിരിക്കുകയാണ്. കാരണം ഇത് അറിയാഞ്ഞിട്ടല്ല, ഇത് അറിയില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ഭാവിക്കുക. എന്റെ ആകെ നാറും. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം അതിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മൾ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും എന്ന് കരുതേണ്ട പ്രസ്ഥാനങ്ങൾ ദൗർഭാഗ്യവശാൽ 4 വോട്ടിനും അധികാരത്തിനും വേണ്ടിയിട്ട് വർഗീയ ആശയങ്ങൾക്ക് അടിമപ്പെടുന്നതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണ്ടേ, വിമർശിക്കണ്ടേ? ഞാൻ വിശ്വസിക്കണ അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ജമാഅത്തെ ഇസ്ലാമിയും RSSഉം രണ്ടും ഒരുപോലെ കേരളത്തിൽ ഇടതുപക്ഷത്തെ എതിരിടാൻ രാഷ്ട്രീയമായിട്ടുള്ള ആയുധങ്ങൾ പോരാതെ വരുമ്പോൾ വർഗീയതയുടെ ആശയങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങളൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു കൂട്ടർ എന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, 2 കൂട്ടരും ഒരുപോലെ കേരളീയ സമൂഹത്തെ അതിലേക്ക് കാസ പോലെയുള്ള നേരത്തെ അത്രത്തോളം പ്രകടമായ വർഗീയത പറയാതിരുന്ന കാസ പോലെയുള്ള ചില വർഗീയ സംഘടനകളും വരുന്നു മറ്റൊരു വിഭാഗത്തിൽ നിന്ന്. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ, ആവൽ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ. വർഗീയ സംഘടനകളെല്ലാം ഇടതുപക്ഷ വിരുദ്ധരായ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയാണ്. ആ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ വിരോധത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തെ ചെറുക്കാൻ മറ്റായുധങ്ങളില്ലാതെ വരുമ്പോൾ ഈ വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയാണ്. വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി കൊടും ഭീകരവാദികളാന്ന് പറയുന്ന എം വി ഗോവിന്ദൻ മാടായിൽ ജമാഅത്തിന്റെ ഒരു മീറ്റിംഗിൽ പോയി പ്രസംഗിക്കുന്ന ചിത്രമൊക്കെ ഇപ്പം എന്താണ് ഇപ്പോൾ ലഭ്യമാണ്. പോട്ടെ, അതൊരു കാലം. ഇതാണ് മാടായി ഏരിയ സമ്മേളനത്തിൽ ജമാഅത്തിന്റെ വേദിയിൽ പോയി പ്രസംഗിക്കുന്നതാണ്. അണികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, മുസ്തഫ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ജമാഅത്ത് പിന്തുണ ആർക്കായിരുന്നു? അമ്രാറാം ജയിച്ചതിന് ശേഷം അമ്രാറാം അവിടെ പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞു. തമിഴ്നാട്ടിൽ PR നടരാജനായിരുന്നു CPM സ്ഥാനത്ത്, ജമാഅത്ത് പിന്തുണ നടരാജനായിരുന്നു, ജയിച്ചു. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. രാജസ്ഥാനിൽ തന്നെ അമ്രാറാമും ജമാഅത്ത് നേതാക്കളും ഒരുമിച്ചിരിക്കുന്ന സീതാറാം യെച്ചൂരി ഓർമ്മ സമ്മേളന ചിത്രം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്നേ, വോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നേ. അപ്പൊ ഇതൊക്കെ ഈ നാടിന് അറിയാവുന്നല്ലേ. പെട്ടെന്ന് ജമാഅത്ത് ഒരു ഫൈൻ ഡേ, വൻ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ ദഹിക്കുമോ? അതിന് തന്നാലും വിളിച്ചില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയരുത്. അതിൽ കാണിക്കുന്നത് അനാർക്കിക് പ്രവണതകളാണ്, അരാജക പ്രവണതകളാണ്. എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ ഈ തമ്മിലടിയെയും ഈ ഗുണ്ടാവാഴ്ചയെയും ഇതിനെയെല്ലാം ജനാധിപത്യമാണ്, ഞങ്ങൾ ഒരു വിശാല ജനാധിപത്യം, ഇതല്ലല്ലോ ജനാധിപത്യം. ഒന്ന് നിർത്തണോ തന്റെ ഈ ഓരോരുത്തർക്കുമുള്ള അഭിപ്രായങ്ങൾ നിർഭയം പറഞ്ഞ് എല്ലാ അഭിപ്രായങ്ങളും ചേർന്നുകൊണ്ട് യോജിച്ചോ അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രകാരമോ ഒരു തീരുമാനമെടുത്തത് പിന്നെ എല്ലാവരും കൂടി നടപ്പിലാക്കുന്നതാണ് ജനാധിപത്യം. ഉപദേശം കൊള്ളാൻ പറഞ്ഞ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഹാഷ്മിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകൻ, പഴയ ഒരു SFI-കാരൻ കൂടിയല്ലേ, ആലോചിച്ച് നോക്കി. ഇപ്പോഴും കേരളത്തിൽ BJP-ക്കെതിരെ RSSനെതിരെ ഒരു വാക്കെങ്കിലും പറയാത്ത ഏത് CPM യോഗമാണ് നടക്കുന്നത്? തള്ളി ഇവിടം വരെ കൊണ്ടുവന്നു. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.